So, welcome back, guys. Welcome back to our first vlog of Slide Society. So, ഇന്ന് നമ്മൾ ഒരു ഇൻസ്റ്റാളേഷന് വേണ്ടി പോവുകയാണ് കാലിക്കറ്റ് ടു കൊച്ചി. നമുക്ക് ഇറ്റ്സ് എ ഗെയിമർ, ബൈ ദ വേ ഒരു ഗെയിമറും കൂടിയാണ്. നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഗെയിമറാണ്. അപ്പോൾ ആരാന്നിപ്പോൾ പറയുന്നില്ല, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മുടെ അലുമിനിയം പ്രൊഫൈൽ കോക്പിറ്റ് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ നാട്ടിൽ കംപ്ലീറ്റ് മഴയാണല്ലോ, അതുകൊണ്ട് മഴേൻ്റെ കാര്യത്തിലൊരു കൺസേൺ ഉണ്ട്. ലൈക്ക് കൊച്ചിയിലെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. സോ എന്തായാലും ലോങ് വേ ആണ്. നമ്മളിപ്പോൾ വിട്ടിട്ടേ ഉള്ളൂ, ലൈക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഓൾമോസ്റ്റ് ടൈം ഈസ് 11 മണിയാവാനായി ടു കൊച്ചി. അവിടുന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തിരിച്ചു വരണം. സാധനമൊക്കെ ഫുള്ളി ലോഡറാണ് വിത്ത് ക്രൂ. ഇന്ന് പിന്നെ അതേപോലെ ഫുൾ 10 ജില്ലകളിൽ റെഡ് അലേർട്ടും കൂടിയാണ്. സോ അതുകൊണ്ട് ഒരു ഇഷ്യൂ ഇല്ലാതെ പോയിട്ട് വരുന്നതായിരുന്നു. ഇന്ന് ഇവിടെ വായില്ല കേട്ടോ, കൊച്ചി ഇന്ന് ഇവിടെ വായില്ല. കാലിക്കറ്റ് അപ്പം ബൈപ്പാസിലാ. സോ ഇനി അടുത്ത കുറച്ച് എന്തായാലും കവർ ചെയ്തിട്ട് കാണാം. ഇനി ഓൾമോസ്റ്റ് ഒരു 140-150 കിലോമീറ്റേഴ്സിന് അടുത്തുണ്ട്. പിന്നെ ഇവിടുന്ന് ഓൾമോസ്റ്റ് കൊച്ചി വരെ തൃശ്ശൂർ കാര്യങ്ങളൊക്കെ ലൈക്ക് ഹൈവേസൊക്കെ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് പോകാം. ഇപ്പോഴത്തെ ബൈപ്പാസ് ആയതുകൊണ്ട്. പക്ഷേ ഇനി കൊച്ചിയിലേക്ക് എത്താനാകുമ്പോൾ, ടൗണിലേക്ക് എത്താനാകുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട് റോഡിന്. ഞങ്ങൾ മുന്നേ പോയപ്പോൾ ഉണ്ടായിരുന്നു. സോ ഞാൻ ഒരു ബ്യൂട്ടിഫുൾ റോഡ് കാണിച്ചാൽ നമുക്കിതിപ്പോൾ പോകാനുള്ള സൂപ്പർ നൈസ് ആക്ച്വലി. കാണുമെന്നറിയില്ല, ഈ സീനറി നൈസാണ് ആക്ച്വലി. സോ നമ്മൾ ഓൾമോസ്റ്റ് കൊച്ചി എത്താറായി. ഇനി ആകെ ലൈക്ക് 64 കിലോമീറ്റേഴ്സും കൂടിയേ ഉള്ളൂ ഡെസ്റ്റിനേഷനിലേക്ക്. കൊച്ചിയിൽ നിന്ന് കുറച്ച് പോയുണ്ട്, ഓൾമോസ്റ്റ് കൊച്ചിയിൽ നിന്ന് കുറച്ചുണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം 12:50. സോ സ്ട്രൈറ്റ് ഡ്രൈവാണ്. അപ്പോൾ ഇതുവരെ വെതേഴ്സ് ഒക്കെ ഇഷ്യൂസ് ഒന്നുമില്ല, മഴയൊന്നും പെയ്തില്ല, അതുകൊണ്ട് സ്മൂത്തായിട്ട് വരാൻ പറ്റി. സോ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി കൊച്ചി എത്തി. ലേറ്റായി വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഓൾമോസ്റ്റ് 3:45. സോ നമ്മൾ ഇനി അത്രയേ ഉള്ളൂ, ജസ്റ്റ് ലൈക്ക് 15 കിലോമീറ്റേഴ്സും കൂടിയേ ഉള്ളൂ. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് ആരാണെന്നും നമ്മളെ സെറ്റപ്പ് എന്താണെന്നൊക്കെ കാണാം. ജസ്റ്റ് കോക്പിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഇൻസ്റ്റാളേഷന്, നമ്മൾ അലൂമിനിയം കോക്പിറ്റ്. സോ എന്തായാലും അവിടത്തേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഇനി 500 മീറ്റേഴ്സും കൂടിയേ ഉള്ളൂ. ഓക്കെ, സോ വി ആർ അറ്റ് ഹിയർ. നമ്മളെ സാധനമൊക്കെ സെറ്റ് ചെയ്യും, സീറ്റ്സ് ഡോക്യുമെൻറ്റ്സ്. നമുക്കിത് ബാക്കി ഇവിടെ സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സെറ്റപ്പ്, ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫുള്ള് ബിൽഡ് ചെയ്തിട്ട് ആരാന്ന് നമുക്കറിയാം. ഓക്കെ, സെറ്റപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും, പക്ഷേ ഞാൻ എന്നാലും പറയുന്നില്ല. സോ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് എന്തായാലും ബാക്കി കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യാം. സോ നമ്മുടെ ബിൽഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. വീഡിയോ എടുക്കാൻ പറ്റില്ല, ബിൽഡിൻ്റെ ഇതിലായിരുന്നു. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. സോ ഗൈസ്, നമ്മളെ കോക്പിറ്റ് കംപ്ലീറ്റ്ലി ബിൽഡായി. ഇതിൽ സീറ്റ്സ് വെച്ചു, വീല് നമ്മുടെ കസ്റ്റമറാണ്. കസ്റ്റമർ ആരാണ് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞില്ല. നിങ്ങൾക്ക് സെറ്റപ്പ് കണ്ടാൽ ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലായിട്ടുണ്ടാവും. സോ എന്തായാലും വീല് വെച്ചു. അതിൻ്റെ പാഡൽസ് ഇപ്പം ക്ലച്ച് ഇല്ല, ആക്സിലേറ്ററും ബ്രേക്കാണ്. മോസോയുടെ R5 വണ്ടിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അലൂമിനിയം 001 കോക്പിറ്റാണ്. ഹെവി പ്രൊഫൈൽ വരുന്നത്, കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പൗഡർ കോട്ടഡ് ഫിനിഷിങ്ങിൽ വരുന്നതാണ്.
അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ടച്ചാണ് ലൈക്ക് എല്ലാ ബോൾസും ടൈറ്റ് ആയിരുന്നു നോക്കുന്ന ഒരു പ്രോസസ്സ്. ലൈക്ക് കസ്റ്റമറുടെ ഹൈറ്റും കാര്യം ലൈക്ക് പ്രിഫറൻസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു വീലിൻ്റെ ഹൈറ്റും പെഡൽസും ഒക്കെ. അപ്പം ഇനി കംപ്ലീറ്റ്ലി ബോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രയൽ റണ്ണ് നോക്കാം. അതാണ്. സോ ബാക്കിയും കൂടി ഫിനിഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ നമ്മുടെ ബിൽഡ് കംപ്ലീറ്റ് ആയി. വീലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഗെയിംസ് റൺ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മളെ വിളിക്കാം, നമ്മുടെ കസ്റ്റമറെ. യു ഓൾ എക്സൈറ്റഡ്. സോ ഇവിടെ വന്നോളൂ. പിന്നെ നിങ്ങളുടെ സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരിപ്പോ വന്നിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ടല്ലോ നമ്മൾ ഫുൾ സെറ്റപ്പ് ചെയ്യാനായിട്ട്. അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് എന്താ പറയാ, ഇനി എനിക്ക് ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ളത് അത് എന്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യാനുള്ളതാണ്. ഒരു ടി വി അല്ലെങ്കിൽ ഒരു മോണിറ്റർ സെറ്റപ്പ് ചെയ്യാനായിട്ട് മാത്രമേ ഉള്ളൂ. ഭയങ്കര നല്ല ഫീലാണ് ഓടിക്കാനാണെങ്കിലും. നമ്മൾ റിയൽ ആയിട്ടൊരു എന്താ പറയാ, നമ്മളൊരു കാറിൽ ഡ്രൈവിംഗ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം മൗണ്ട് ചെയ്തിരുന്ന ടേബിളില്ല. അപ്പൊ ടേബിൾ ഇരുന്ന് ലൈക്ക് ഇളകുകയും നമുക്ക് കറക്റ്റ് ആയിട്ട് ആക്സിഡന്റും ബ്രേക്കിംഗ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ ഒന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇത് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. മൗണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മൗണ്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം പ്രോപ്പറായിട്ട് കാർ ഓടിക്കുന്ന ഫീൽ കിട്ടില്ലേ? പ്രോപ്പർ ആ ഫീലിംഗ് കിട്ടും. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ, അതുകൂടി വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ഞാനൊരു മാക്ക് എടുത്ത് പിന്നെ ഇതുകൂടി എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് ശരിക്കും. റേസിംഗിലേക്ക് നല്ലൊരു അപ്ഗ്രേഡ് കൂടിയായി, ഗെയിമിംഗിന്റെ ഇതിലൊരു അപ്ഗ്രേഡ് കൂടിയായി. അപ്പോ സന്തോഷം. ഇനി നമ്മളെ റെക്കമെൻഡ് ചെയ്യില്ലേ? ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യാം. ബാക്കോട്ടേക്ക് പ്രോപ്പർ ആയിട്ട് സോൾഡ് ആയിട്ട് ഇതാകുമ്പോ R5 അല്ലേ, ഫുൾ ഫോഴ്സ് ഫീഡ്ബാക്ക് ഹാൻഡ്സ് കിട്ടും. അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഇത് വെക്കാലോ, കസ്റ്റമായിട്ടെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മുടെ രീതിയിൽ പ്രിഫറൻസിൽ വെക്കാല്ലേ. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫൈനലി നമ്മളങ്ങനെ തിരിച്ചെത്തി. ലോങ് ഡ്രൈവ്. ഓക്കെ. അപ്പോൾ നമ്മൾ കുറിച്ച് തിരിച്ച് കാലിക്കറ്റ് വടകരയ്ക്ക് എത്തി. ഓൾമോസ്റ്റ് ടൈം 3 in the morning ആണ്. നമ്മൾ അവിടുന്ന് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഡയറക്റ്റ് ഇറങ്ങിയതാ. അപ്പം ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് ലേറ്റായി. പക്ഷെ എന്നാലും 3 മണിക്ക് എത്തി. സോ ഫേമസ്. അപ്പം ഇതുപോലത്തെ ന്യൂ ബിൽസ് ആൻഡ് ന്യൂ കണ്ടന്റ്സ് ആയിട്ട് we will be back. Stay tuned and keep supporting guys. Bye from Side Society.